നമസ്കാരം. കേരളത്തിൽ അടുത്ത 2 ദിവസമായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് തസ്മിത്ത് എന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് താമസമാക്കിയിട്ടുള്ള അസം സ്വദേശികളുടെ 13 വയസ്സുള്ള മകളാണ് തസ്മിത്ത്. തസ്മിത്തിനെ 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത്. കേരളത്തിന്റെ പ്രാർത്ഥന മുഴുവൻ ആ പെൺകുട്ടിയെ യാതൊരു പോറലും ഇല്ലാതെ തിരികെ കിട്ടണമേ എന്നായിരുന്നു. ആ പ്രാർത്ഥനകളെ സഫലമാക്കിക്കൊണ്ട് ഇന്നലെ വിശാഖപട്ടണത്ത് നിന്ന് നമുക്ക് തസ്മിത്തിനെ തിരികെ കിട്ടുകയുണ്ടായി. ഞാനും വളരെയധികം, കേരളത്തിലെ ഓരോ വ്യക്തികളെ പോലും ഞാനും വളരെയധികം സന്തോഷവാനാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ട്രാൻസോസിലെ മെഡിക്കൽ കോഡിംഗ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ഭവിത ഇതിനൊരു നിർണായക കാരണമായതുകൊണ്ടാണ്. സംയോജിതമായ ഇടപെടലോടുകൂടിയാണ് നമുക്ക് തസ്മിത്തിനെ തിരികെ കിട്ടിയത്. എന്താണ് ആ നിർണായകമായ വഴിത്തിരിവെന്ന് നമുക്ക് നമ്മുടെ ഭവിതയോട് തന്നെ ചോദിക്കാം. ഭവിത, ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. എന്തായിരുന്നു സംഭവം? യഥാർത്ഥത്തിൽ സംഭവിച്ചെന്തായിരുന്നു? ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് 3 പേരായിട്ട് ഇവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരി എക്സ്പ്രസ് കയറി പതിവ് പോലെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അപ്രതീക്ഷിതമായ ഒരു കുട്ടി ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു. കുട്ടി കരയുന്നുണ്ട്, കയ്യിൽ കുറച്ച് കാശുണ്ട്, ഒരു വസ്ത്രധാരണമൊക്കെ കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നൊരു കുട്ടിയെ പോലെ തോന്നി. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിച്ചു, വേണ്ടി അവള് കുഴപ്പമുണ്ടെന്ന് തോന്നി. അപ്പൊ ഞങ്ങള് ആദ്യം അവളോട് സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അവളോട് സംസാരിക്കാൻ എല്ലാം ആയിരുന്നപ്പോ ഞങ്ങൾക്കൊരു സംശയം. കാരണം ഞങ്ങളുടെ പുറകെ ഇരുന്ന ബോഗിയിലുള്ളവര് മലയാളിയുമല്ല തമിഴുമല്ല, അങ്ങനത്തെ ഒരു ഭാഷ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കരുതി ആ കാറ്റഗറിയിൽ നിന്ന് മാറി പിണങ്ങിയിരിക്കുന്ന കുട്ടി അവനാണ് സാധ്യത. കൂടാതെ ഞാനൊരു ഫോട്ടോയും കൂടെ എടുക്കുകയായിരുന്നു. അപ്പൊ ഫോട്ടോ എടുത്തപ്പോൾ കുട്ടിയുടെ രീതി ശരിയായിരുന്നില്ല, കുട്ടി തുറച്ചു നോക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഫോട്ടോ എടുത്തെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. ആ കാര്യം അവിടെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ആയിരുന്നു ഞാൻ ന്യൂസ് ഇങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ന്യൂസ് കണ്ടപ്പോൾ ആണ് മനസ്സിലായത് കുട്ടിയെ കാണാനില്ല, കുട്ടീനെ മിസ്സിംഗ് ആണ്. പരിശോധനയൊക്കെ നടക്കുന്നത് ഇവിടെ ശംഖുമുഖത്തും പാലക്കാടൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസ് കണ്ടു. 24 ന്യൂസ് ആയിരുന്നു. അതിന്റെ ഹെഡ്ലൈനിൽ കണ്ട നമ്പറിൽ വിളിച്ചു. ഒരുപാട് തവണ വിളിച്ചപ്പോൾ കഴക്കൂട്ടം ACP സാർ തിരിച്ചെന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. സാർ ഐഡന്റിഫൈ ചെയ്തു. അച്ഛൻ അയച്ചു കൊടുത്തു. കുട്ടിയുടെ അച്ഛനാണെന്ന് തോന്നുന്നു അയച്ചു കൊടുത്തത്. അപ്പോൾ കുട്ടിയാണെന്ന് മനസ്സിലായി. തുടർന്ന് പിന്നെ ആ ഫോട്ടോ കാരണമാണ് ആ കുട്ടി കന്യാകുമാരിയിലോട്ടാണ് പോയെന്ന് മനസ്സിലായതും. അങ്ങനെയുള്ള കാര്യങ്ങൾ. എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിവരാത്ത ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭവിത നമ്മുടെ നാടിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും ചെയ്തത്. അപ്പം ഇതുപോലെയുള്ള സാമൂഹിക പ്രതിബദ്ധത എല്ലാവരിലും ഉണ്ടാവട്ടെ. ഭവിതയെ പോലെ തന്നെ എല്ലാവരിലും, നമ്മുടെ വളർന്നു വരുന്ന പുതുതലമുറയിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ ട്രാൻസോസിന്റെ വകയായിട്ട് നമ്മുടെ സ്വന്തം ഭവിതയ്ക്ക് നമ്മളൊരു ചെറിയ ഉപകാരം നൽകുകയാണ്.